ഭേദമില്ലാതെ, മതഭേദമില്ലാതെ, ഗ്രൂപ്പ് വ്യത്യാസങ്ങളില്ലാതെ എല്ലാവരും ഈ മഹാമനുഷ്യന്റെ മാനുഷിക പ്രവർത്തനങ്ങൾക്ക് ഐക്യം പ്രഖ്യാപിച്ചുകൊണ്ട് വന്യരായ ഉസ്താദിന്റെ കേരള യാത്രക്ക് അഭിവാദ്യം അർപ്പിക്കുന്ന മനോഹരമായ കാഴ്ച കേരളത്തിന്റെ തെരുവീഥികളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തേ കാരണമെന്നറിയോ? മഹാനായ കാന്തപുരം ഉസ്താദ് ഈ വർഷത്രയും കാലത്തിനിടയിൽ കേരളത്തിന് സമർപ്പിച്ച വളരെ വലിയ ഒരു സന്ദേശമുണ്ട്. കേരളക്കാർക്ക് പഠിപ്പിച്ചു കൊടുത്ത വളരെ വലിയൊരു സന്ദേശമുണ്ട്. ഈ രാജ്യത്തിന് സമർപ്പിച്ച വലിയ സേവനങ്ങളുണ്ട്. നാം സേവനം അനുഭവിക്കുന്നത്, ഇവിടെയെല്ലാമുള്ള ആനുകൂല്യങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കേവലം മുസ്ലിമീങ്ങൾ മാത്രമല്ല, ഇന്ത്യ രാജ്യത്തെ എല്ലാ മതവിഭാഗങ്ങളും എന്ന് മാത്രമല്ല മതമില്ലാത്തവരും എല്ലാ ആളുകളും വന്യരായ ഉസ്താദിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ മനുഷ്യ സ്നേഹ പ്രവർത്തനങ്ങളിൽ അതിന്റെ ആനുകൂല്യങ്ങൾ പറ്റിക്കൊണ്ടിരിക്കുകയാണ്. കാന്തപുരം ഉസ്താദ് ഒരു പള്ളിമൂലയിൽ ഒതുങ്ങിയിരിക്കേണ്ടതിന് പകരം പുറത്തേക്കിറങ്ങുകയും കേരളത്തിന്റെ ഇട്ടാവട്ടത്തിൽ നിന്ന് ഇന്ത്യ മഹാരാജ്യത്തിലൂടെ സഞ്ചരിക്കുകയും ആ കാശ്മീരിന്റെ കഥകൾ അറിഞ്ഞ മഹാനായ കാന്തപുരം ഉസ്താദ് അവിടെയുള്ള മക്കളെ കൂട്ടിക്കൊണ്ടുവന്ന് കേരളത്തിന്റെ മതസൗഹാർദ്ദത്തിന്റെ ഈറ്റില്ലമായ കേരളത്തിന്റെ സൗഹാർദ്ദ ഭൂമിക അവർക്ക് കാണിച്ചു കൊടുക്കുകയും അതുകൊണ്ട് കാശ്മീരല്ലാത്ത പുതിയ രാജ്യത്തുള്ള ഒരു സമാധാനത്തിന്റെ തുരുത്തായ കേരളത്തെ അവർ കണ്ട് മനസ്സിലാക്കുകയും ഇവിടെ നിന്ന് അവർ വിദ്യാഭ്യാസിക്കുകയും ഇന്ന് കാശ്മീരിലെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നേതൃത്വം കൊടുത്ത് അവർ സ്കൂളുകളും വിദ്യാഭ്യാസ സംവിധാനങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്നത് കേരളത്തിലെ മർക്കസ് സഖാഫത്ത് സുന്നിയയിൽ വന്ന് വിദ്യാഭ്യാസം നുകർന്ന മഹാനായ കാന്തപുരം ഉസ്താദിന്റെ മക്കളായ ഡോക്ടർമാരും എഞ്ചിനീയർമാരും വിദ്യാഭ്യാസ പ്രവർത്തകരും പണ്ഡിതന്മാരും ഇന്ന് കാശ്മീരിൽ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കാശ്മീരിൽ മാത്രമല്ല ബീഹാറിലും ആസാമിലും ഹരിയാനയിലും ജാർഖണ്ഡിലും സിക്കിമിലും ഗുജറാത്തിലും തുടങ്ങി ഇന്ത്യ രാജ്യത്തിന്റെ എല്ലാ സംസ്ഥാനങ്ങളിലൂടെയും വിദ്യാഭ്യാസ വിപ്ലവങ്ങൾ ഒരു വശത്ത് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാം വെള്ളമില്ലാതെ കഷ്ടപ്പെടുന്ന വടക്കേ ഇന്ത്യയിൽ ആയിരക്കണക്കിന് കുഴൽക്കിണറുകൾ രാജ്യത്തെ ജനങ്ങൾക്ക് സമർപ്പിക്കുമ്പോൾ ഈ വെള്ളത്തിൽ ഈ പൈപ്പിൽ നിന്ന് വെള്ളമെടുക്കാൻ അത് മുസ്ലിമീങ്ങൾക്ക് മാത്രമേ അവകാശമുള്ളൂ എന്ന് അവിടെ ബോർഡ് വെച്ചിട്ടില്ല. ഇത് മുസ്ലിമീങ്ങളുടേത് മാത്രമാണെന്ന് കാന്തപുരം ഉസ്താദ് പറഞ്ഞില്ല. ജനങ്ങളോടൊപ്പമാണ്, മനുഷ്യരോടൊപ്പമാണ്, മനുഷ്യത്വമാണ് ഉയർത്തിപ്പിടിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, മർക്കസിന്റെ മടിത്തട്ടിലേക്ക് വന്നാൽ നമുക്ക് കാണാൻ കഴിയുന്ന മനോഹരമായ കാഴ്ചകളുണ്ട്. അത് കുറിതൊട്ട ഹൈന്ദവ സുഹൃത്തുക്കൾ കറുത്ത വസ്ത്രമെടുത്ത് ശബരിമലയിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങി തയ്യാറായി നോമ്പെടുത്തുകൊണ്ടിരിക്കുന്ന ഹൈന്ദവന്റെ മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതേസമയം തൊപ്പി ധരിച്ച മുസൽമാന്റെ മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. കുരിശുമാല അറിഞ്ഞ ക്രൈസ്തവന്റെ മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാം മർക്കസിന്റെ തണലിലാണ്, കാന്തപുരം ഉസ്താദിന്റെ തണലിലാണ്, മുസ്ലിം ജമാഅത്തിന്റെ തണലിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ആതുര സേവന പ്രവർത്തനങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ കണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. തിരുവനന്തപുരത്ത് RCCയിൽ ചെന്നാൽ, ക്യാൻസർ റിസർച്ച് സെന്ററിൽ ചെന്നാൽ നമുക്ക് കാണാൻ ചെയ്യുന്ന കാഴ്ചയുണ്ട്. പാവപ്പെട്ട ഒരുപാട് രോഗികൾ, അവരുടെ കൂട്ടിരിപ്പുകാർക്ക്, അവർക്ക് ആശ്രയമില്ലാതെ, ആരാരും സഹായിക്കാനില്ലാത്ത ആ തിരുവനന്തപുരത്ത് RCCയുടെ മുന്നിൽ സദാ വളണ്ടിയറായി സജ്ജരായി SYSന്റെയും മുസ്ലിം ജമാഅത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെ കുപ്പായമണിഞ്ഞ വളണ്ടിയർമാർ നമുക്ക് കാണാൻ കഴിയും. അവർ തിരയുന്നത് മുസൽമാന്റെ മുഖമല്ല, അവർ തിരയുന്നത് കേവലം മനുഷ്യരാണോ എന്നാണ്. കഷ്ടത അനുഭവിക്കുന്ന, പ്രയാസം അനുഭവിക്കുന്ന മനുഷ്യരുടെയും എവിടെയുണ്ടെങ്കിലും അവിടെ സ്വാതന്ത്ര്യത്തിന്റെ വളണ്ടിയർമാർ RCCയിലൂടെ ചുറ്റി നടന്ന് RCCയുടെ സെന്റ് മുന്നിലായിക്കൊണ്ട് പടുത്തുയർത്തിയ SYSന്റെ മുസ്ലിം ജമാഅത്തിന്റെ വലിയ മഹത്തായ സൗധമുണ്ട്. RCCക്ക് മുന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നിങ്ങൾ നേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് വന്നാൽ നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ചയുണ്ട്. ഒരുപാട് കൂട്ടിയിരിപ്പ് രോഗികളും പാവപ്പെട്ട രോഗികളും കഷ്ടതകളും പ്രയാസങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ മെഡിക്കൽ കോളേജ്, കോഴിക്കോട് മെഡിക്കൽ കോളേജിലും സജീവമായി സർവസന്നദ്ധരായി നടന്നുകൊണ്ടിരിക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ പ്രവർത്തകര്, സഹായിയുടെ പ്രവർത്തകര് അവിടെ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മുടെ അടുത്ത് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചെന്നാൽ നമുക്ക് കാണാൻ കഴിയുന്ന സ്വാതന്ത്ര്യത്തിന്റെ പ്രവർത്തകരുടെ കാഴ്ചകളുണ്ട്.
നടക്കുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത് കേരളത്തിലെ ഏതാനും 4 മെഡിക്കൽ കോളേജുകളുടെ പ്രവർത്തനങ്ങൾ മാത്രമല്ല, ഇന്ത്യ രാജ്യത്ത് ഒട്ടനവധി ജീവകാരുണ്യ സ്വാന്തന ജീവകാരുണ്യ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തുന്നതിലൂടെ ഈ ഇന്ത്യൻ മുസൽമാന്റെ തേജപുഞ്ചമായ മഹാനായ സുൽത്താനുൽ ഉലമ ഇന്ത്യയോളം വളർന്നു എന്നല്ല, ലോകത്തോളം വളരുകയാണ്. ഈ ഇന്ത്യ രാജ്യത്തെ കൊച്ചു കേരളത്തിലെ അവിടുത്തെ മർക്കസിന്റെ ഓഫീസിൽ ഇരുന്നുകൊണ്ട് നിമിഷപ്രിയ എന്ന് പറയുന്ന ഒരു പ്രിയപ്പെട്ട സഹോദരി, ആ സഹോദരി തെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇസ്ലാമിന്റെ നിയമപ്രകാരം മാപ്പ് കൊടുക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇസ്ലാമിനുണ്ട്, മുസ്ലിമീങ്ങൾക്കുണ്ട്, അതിന്റെ പാരമ്പര്യമുണ്ട്. അതെ, അവർക്ക് വേണമെങ്കിൽ ഖിസാസ് ചെയ്യാനുള്ള അവകാശമുണ്ടെങ്കിലും ആ കൊല്ലം ചെയ്യപ്പെട്ട കുടുംബത്തിന് മാപ്പ് നൽകലാണ് പ്രവാചകന്റെ പാരമ്പര്യം കാണിച്ചു തന്നതെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, അതൊരു മുസ്ലിമല്ല, ഹിന്ദുവാണ് എന്നതിന്റെ പേരിൽ അത് മുസ്ലിമല്ല, അല്ലെങ്കിൽ കേരളക്കാരനല്ല, അല്ലെങ്കിൽ മുസ്ലിമല്ല എന്ന നിലയ്ക്ക് മാറ്റി നിർത്താതെ, കേരളത്തിലല്ല, ഇന്ത്യയിലല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാതെ ആ നിമിഷപ്രിയക്ക് വേണ്ടി ഈ കേരളത്തിലെ മർക്കസിന്റെ ഓഫീസിൽ നിന്ന് യമനിലെ പണ്ഡിതനുമായി ബന്ധപ്പെട്ട് ആ വധശിക്ഷ വിധിക്കപ്പെട്ട ഒരു പെൺകുട്ടിയെ ആ തൂക്കുകയറിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ത്യ രാജ്യത്തിന്റെ അഭിമാനമായി, കേരളത്തിന്റെ അഭിമാനമായി ലോകത്തോളം വളർന്ന മഹാനായ കാന്തപുരം ഉസ്താദ്, എന്റെ പ്രിയപ്പെട്ടവരെ, ആ മഹാമനീഷിയാണ് മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയത്തിൽ ഈ യാത്രയെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, യാത്രയിലെ സ്വീകരണ കേന്ദ്രങ്ങളിൽ പങ്കെടുക്കുന്നത് കേവലം സുന്നികൾ മാത്രമല്ല, മുസ്ലിമീങ്ങൾ മാത്രമല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയക്കാരും ഒരു വിഭാഗത്തിൽ രാഷ്ട്രീയക്കാരും മാത്രമല്ല, എല്ലാവിധ രാഷ്ട്രീയ വിഭാഗങ്ങളും നേതാക്കളും ആ മഹാനായ കാന്തപുരം ഉസ്താദിന്റെ യാത്രയ്ക്ക് ആശീർവാദം നൽകുകയും ഈ കേരളത്തിന്റെ പൈതൃകത്തെയും ഈ കേരളത്തിന്റെ സൗഹാർദ്ദത്തെയും നമ്മുടെ രാജ്യത്തിന്റെ അഖണ്ഡതയും കാത്തു സൂക്ഷിക്കാനും ജനങ്ങളെ ബോധ്യപ്പെടുത്താനും മനുഷ്യർക്കൊപ്പം നിന്ന് മനുഷ്യർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ആഹ്വാനം ചെയ്യാനും ഏറ്റവും അർഹതയുള്ള നേതാവ് ഇത്ര കാലത്തെ പ്രവർത്തന പാരമ്പര്യത്തിലൂടെ അത് തെളിയിച്ചു തന്ന കാന്തപുരം തന്നെയാണ് നേതൃത്വം നൽകേണ്ടതെന്ന് എല്ലാവരും ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മഹാമനീഷി 9 പതിറ്റാണ്ടുകാലം നമ്മുടെ രാജ്യത്ത് ജീവിച്ച് നമ്മുടെ രാജ്യത്ത് മുസ്ലിമീങ്ങൾക്ക് ദിശാബോധം നൽകിയപ്പോ ആ മഹാപണ്ഡിതന്റെ പ്രവർത്തനങ്ങളിൽ നമ്മളും ഒരു സഹായിയായി, അവിടെ ഐക്യദാർഢ്യമായി നമ്മളും ഇൻഷാ അല്ലാഹ് ആ യാത്ര മലപ്പുറം ജില്ലയിലെ ഈസ്റ്റ് ജില്ലയിലെത്തുമ്പോ, അരീക്കോട് എത്തുമ്പോ എല്ലാവരും ബുധനാഴ്ച അരീക്കോട് ഉണ്ടാകണമെന്ന് സ്നേഹബുദ്ധിയാ നിങ്ങളെ ക്ഷണിക്കുകയാണ്. അതുപോലെ തന്നെ 16-ാം തീയതി അനന്തപുരിയിൽ തിരുവനന്തപുരത്ത് സമാപിക്കുമ്പോൾ ഒരു മഹാസാഗരം, മനുഷ്യത്വം മരവിക്കാൻ അനുവദിക്കാത്ത മഹാസാഗരം തിരുവനന്തപുരത്ത് സൃഷ്ടിക്കേണ്ടതുണ്ട്. അങ്ങനെ കേരളം, അങ്ങനെ നമ്മുടെ രാജ്യം, അങ്ങനെ മുസൽമാൻ ലോകത്തിന്റെ മാതൃകയാകേണ്ടതുണ്ട്. ഇത് മഹാനായ കാന്തപുരം ഉസ്താദ് തുടക്കം കുറിച്ചതല്ല, അല്ലെങ്കിൽ ഇന്നലകളിൽ തുടക്കം കുറിച്ചതല്ല. മഹാനായ അഷ്റഫുൽ വറാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് എല്ലാം സഹിച്ച് ക്ഷമിച്ച് അവസാനം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയതെന്നും നമുക്കെല്ലാവർക്കും അറിയാം. എന്റെ പ്രിയപ്പെട്ടവരെ, ഹിജ്റ പോകുന്നതിന്റെ 13 വർഷം അവിടുന്ന് മക്കയിൽ അനുഭവിച്ച പീഡനങ്ങൾ നമുക്കറിയാവുന്നതാണ്. അങ്ങനെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയി 8 വർഷത്തോളം ജീവിക്കുമ്പോ 11 വർഷം ജീവിച്ചിട്ടുണ്ടെങ്കിലും 8ാമത്തെ വർഷം, ഹിജ്റയുടെ 8ാം വർഷം, ഈ പരിശുദ്ധമായ മക്ക ഇസ്ലാമിന്റെ കീഴിലായി മക്കം ഫതഹിലൂടെ ജയിച്ചടക്കുകയാണ്. ആ ജയിച്ചടക്കുമ്പോ ഹിജ്റയുടെ 8ാം വർഷം ഹബീബായ മുത്തുനബിയും സഹാബത്തും മദീനയിൽ നിന്ന് മക്കയെ ഒരു രക്തരഹിത വിപ്ലവത്തിലൂടെ, ഒരാളെപ്പോലും കൊലപ്പെടുത്താതെ ശാന്തിയിലൂടെ, സമാധാനത്തിലൂടെ മക്കയെ തിരിച്ചു പിടിച്ചപ്പോ അതിന്റെ മുമ്പ് ഖുറൈശികൾ മദീനയിൽ പോയി സ്വൈരമായി ജീവിക്കാൻ അനുവദിച്ചില്ല. ബദറും ഉഹദും ഖന്തഖും ഖൈബറും നടത്താൻ അവർ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയി മുസ്ലിമീങ്ങൾ ആക്രമിച്ചിട്ടുണ്ട്. അതെല്ലാം ഓർമ്മ ഉണ്ടായിട്ടും അഷ്റഫുൽ വറാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മക്ക ഫത്ഹിന്റെ സമയത്ത് ഖുറൈശികളെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, ഏ ഖുറൈശി നേതാക്കളെ, ഖുറൈശി പ്രമുഖരെ, ഇന്ന് നിങ്ങൾ എന്നിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഇന്ന് ഞാൻ നിങ്ങളെ എന്ത് ചെയ്യുമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? എന്റെ പ്രിയപ്പെട്ടവരെ, ഖുറൈശി
നബികൾ ഒന്നടങ്കം പറഞ്ഞു, നല്ലൊരു പ്രിയപ്പെട്ട പിതാവിന്റെ മകനായ നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് ഞങ്ങൾ നീതി മാത്രമാണ് പ്രതീക്ഷിക്കുന്നത്, ശാന്തി മാത്രമാണ് പ്രതീക്ഷിക്കുന്നത്, സ്നേഹം മാത്രമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അഷ്റഫുൽ വറാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ പറഞ്ഞില്ല, നിങ്ങളെല്ലാവരും ഇന്ന് മക്കയുടെ കയ്യിൽ വന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾ എല്ലാവരും മുസ്ലിമായാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം, ഇല്ലെങ്കിൽ മുഴുവൻ ആളുകളെയും കൂട്ടക്കശാപ്പ് ചെയ്യുമെന്ന് ഹബീബായ മുത്തുനബി പറഞ്ഞില്ല. അവിടെ നിന്ന് പറഞ്ഞു, അവർക്ക് അവരുടേതായ മതത്തോടുകൂടെ ജീവിക്കാം, സമാധാനത്തോടുകൂടി ജീവിക്കാം. ഇന്ന് നിങ്ങളെല്ലാവരും മോചിതരാണ്, ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മാപ്പ് നൽകുകയാണ്. അബൂ സുഫിയാന്റെ വീട്ടിൽ പ്രവേശിച്ചവർ മുഴുവനും അവരെല്ലാവരും നിർഭയരാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരാളെയും നിർബന്ധിച്ച് ഇസ്ലാമിലേക്ക് പ്രവാചകനെ കൊണ്ടുവന്നിട്ടില്ല. നിങ്ങൾ അബൂ സുഫിയാന്റെ വീട്ടിൽ അഭയം തേടുക, സമാധാനത്തോടുകൂടെ ഈ രാജ്യത്ത് ജീവിക്കാനുള്ള മുഴുവൻ അവകാശങ്ങളും നിങ്ങൾക്ക് വകവെച്ചു തരുന്നു എന്ന് ഹബീബായ മുത്തുനബിയുടെ കയ്യിലേക്ക് അധികാരങ്ങളും ആളുകളും വന്നു ചേർന്നിട്ടും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മാപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാണ് ഇസ്ലാമിന്റെ പാരമ്പര്യം. അവിടുത്തെ വിടവാങ്ങൽ ഹജ്ജിന്റെ സമയത്ത് ഹിജ്റയുടെ 10ാം വർഷം ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറഫയിലെ ജബലുർ റഹ്മയുടെ താഴ്വാരത്ത് ഒരുമിച്ച് കൂടി 1,00,000-ഓളം സ്വഹാബികൾ. ആ സ്വഹാബികളെ ഒളിച്ചുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇന്ന് ഏതാണ് ദിവസം? അത് ഇന്ന് യൗമു അറഫ, അറഫ ദിനമാണ്. ഇത് ഏതാണ് നാട്? ഇത് പരിശുദ്ധമായ മക്കയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ മക്കൾക്ക് ബഹുമാനമുള്ളതുപോലെ, പരിശുദ്ധമായ മക്കൾക്ക് ശ്രേഷ്ഠതയുള്ളതുപോലെ, ഈ ദിവസത്തിന് ബഹുമാനമുള്ളതുപോലെ നിങ്ങളുടെ പരസ്പരം നിങ്ങളുടെ രക്തത്തിന് വിലയുണ്ട്, നിങ്ങളുടെ അഭിമാനത്തിന് വിലയുണ്ട്, നിങ്ങളുടെ സമ്പത്തിന് വിലയുണ്ട്. ഒരാളും മറ്റൊരാളുടെ അഭിമാനം അന്യായമായി പിച്ചു ചീന്താൻ അനുവദിച്ചുകൂടാ. എന്റെ പ്രിയപ്പെട്ടവരെ, സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും നമ്മൾ ഒരാളെ ഇകഴ്ത്തിക്കൊണ്ടിരിക്കുമ്പോൾ, മറ്റൊരാളെ താറടിക്കുമ്പോൾ ഹബീബായ മുത്തുനബി പറയുന്നു, അഭിമാനത്തിന് വില നൽകണം, ഒരാളെയും പരിഹസിച്ചുകൂടാ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നിങ്ങൾ സമ്പത്തിന് വിലയുണ്ട്. മുസൽമാനാണെങ്കിലും ഹൈന്ദവനാണെങ്കിലും ഒരാളും മറ്റൊരാളുടെ സമ്പത്ത് അപഹരിച്ചുകൂടാ. എന്റെ പ്രിയപ്പെട്ടവരെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നിങ്ങളുടെ രക്തത്തിന് വിലയുണ്ട്, ഒരാളെയും അന്യായമായി കൊല ചെയ്തുകൂടാ, നിയമം കയ്യിലെടുത്തുകൂടാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വലിയ മാനുഷികമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മഹത്തായ മനുഷ്യത്വത്തിന് വേണ്ടി, മാനവികതയ്ക്ക് വേണ്ടി ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിന്റെ അവസാനം വരെ സൂക്ഷിക്കേണ്ട വലിയ മാനുഷിക മൂല്യങ്ങൾ അവിടുത്തെ വിടവാങ്ങൽ പ്രസംഗത്തിൽ അവിടുന്ന് പ്രഖ്യാപിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനസ്സിലാക്കണം, അധികാരവും ആൾബലവും തന്റെ കൈകളിൽ ഉണ്ടായിട്ടും പ്രതികാരത്തിന്റെ എല്ലാവിധ ആനുകൂല നിലപാടുകളും തന്റെ കയ്യിൽ വന്നിട്ടും പ്രതികാരം ചെയ്യാതെ മാപ്പ് കൊടുത്ത അഷ്റഫുൽ വറാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് മഹാനായ കാന്തപുരം സ്ഥാന മാതൃകയുള്ളത്. ആ മാതൃകയിലൂടെയാണ് നിമിഷപ്രിയക്ക് മോചനം കൊടുത്തത്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ മഹാപണ്ഡിതന്റെ പ്രവർത്തന രീതിയിൽ നമ്മളെല്ലാവരും സജീവമായി അവിടത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് അവിടുത്തെ ആഫിയത്തിന് വേണ്ടി, അവിടുത്തെ ദീർഘായുസിന് വേണ്ടി, നമ്മുടെ രാജ്യത്തിന്റെ കെട്ടുറപ്പിന് വേണ്ടി, ഐക്യത്തിന് വേണ്ടി, ഒരുമയ്ക്ക് വേണ്ടി നമ്മളെല്ലാവരും പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് നമ്മളെല്ലാവരും സജീവമായി ഈ പ്രസ്ഥാനത്തിന്റെ കൂടെ, മന്യരായ കാന്തപുരം സ്ഥാനത്തിന്റെ കൂടെ, പ്രത്യേകിച്ച് അവിടുത്തെ യാത്രയിൽ നമ്മളെല്ലാവരും കൂടെ ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തി ഇൻഷാ അല്ലാഹ് 7-ാം തീയതി അരീക്കോട്ടേക്ക് ഇവിടെ നിന്ന് വാഹനം പുറപ്പെടുമ്പോൾ നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുകയാണ്. വരുന്ന ബുധനാഴ്ച 1 മണിക്ക് ഇൻഷാ അല്ലാഹ് അരീക്കോട്ടേക്ക്, അതുപോലെ തന്നെ 16-ാം തീയതി തിരുവനന്തപുരത്ത് നടക്കുന്ന സമാപന സമ്മേളനത്തിലേക്കും ഒരിക്കൽ ചൂടെ ക്ഷണിച്ചുകൊണ്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.